Hi, we are going to start a new chapter. Okay, a nice chapter. So be very serious regarding this chapter. മറ്റു ചാപ്റ്റർ പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പുതിയ ചില കൺസെപ്റ്റുകൾ, നമ്മൾ ഇത്രയും കാലം കേൾക്കാത്ത ചില കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ബി വെരി സീരിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞ് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു ടേമാണ്. റിജിഡ് ബോഡി, ആ പേരിൽ കാണുന്നത് പോലെ തന്നെ എന്താണ് റിജിഡ് ബോഡി? റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിയെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ബോഡി എടുക്കുക, നമ്മൾ ഒരു സാധനം എടുക്കുന്നു. ആ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിൾസ് ഞാൻ എടുക്കുന്നു. ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലേ? ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സഡ് ആണെങ്കിൽ ആ ബോഡിയെ നമുക്ക് റിജിഡ് ബോഡി എന്ന് പറയാം. അപ്പൊ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏത് രണ്ട് പാർട്ടിക്കിൾ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ആ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം എപ്പോഴും ഫിക്സഡ് ആണെങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് റിജിഡ് ബോഡി. അപ്പോൾ what is a rigid body? Rigid body is a body in which distance between its particles is always constant. എന്താണ് what is a rigid body? Rigid body is a body in which distance between particles is constant. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ പറയുന്ന ഒരു ടേം ആണ് സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബോഡി എടുത്തു അല്ലേ? ഈ ബോഡിയിനകത്ത് കുറെ പാർട്ടിക്കിൾസ് ആണ്. ഞാൻ ഈ പാർട്ടിക്കിൾസിനെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഈ ഓരോ പാർട്ടിക്കിളിനെയും ഞാൻ മാർക്ക് ചെയ്തിരിക്കാം. ഇതിനകത്ത് ആവശ്യം പോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ പാർട്ടിക്കിളിനും മാസ് ഉണ്ടാവും അല്ലോ, ആണല്ലോ. അപ്പൊ ഈ ബോഡിയുടെ മാസ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റിലാണ് ഈ ബോഡിയുടെ മാസ് മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പൊ എന്താണ് സംഭവം? ഒരു ബോഡിയിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ബോഡിയിലെ മാസ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ മൊത്തം റെപ്രസെന്റേറ്റീവ് ആണ്. ഓക്കെ, ഇനി ഈ പോയിന്റിന്റെ സെന്റർ ഓഫ് മാസിന്റെ മാസ് എത്രയെന്ന് ചോദിച്ചാൽ എന്ത് നിങ്ങൾ പറയും? ബോഡിയുടെ മാസ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ മാസ് എത്രയെന്ന് ചോദിച്ചാൽ മാസ് ഓഫ് ദ ബോഡി. ഇനി ഈ ബോഡിയെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസും കൂടെ മൂവ് ചെയ്യും. ബോഡി മൂവ് ചെയ്യുന്നതിന്റെ കൂടെ ആ സെന്റർ ഓഫ് മാസും കൂടെ മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ബോഡിയെ മൂവ് ചെയ്യിപ്പിച്ചു. അപ്പൊ സെന്റർ ഓഫ് മാസ് ബോഡി മൂവ് ചെയ്യുന്നതിനോടൊപ്പം നീങ്ങും. അപ്പൊ നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? ഈ ഫോഴ്സ് സെന്റർ ഓഫ് മാസിലാണ് ആക്ട് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അപ്പൊ സെന്റർ ഓഫ് മാസിൽ ഫോഴ്സ് ആക്ട് ചെയ്തത് പോലെ ആ പോയിന്റ് മൂവ് ചെയ്യുന്നത് കാണാം. സോ ഇതാണ് സെന്റർ ഓഫ് മാസിനെ പറ്റി. അപ്പൊ വാട്ട് ഡു യു നോ അബൌട്ട് സെന്റർ ഓഫ് മാസ്? Center of mass is a point where the entire mass of the body is assumed to be concentrated. Center of mass is a point where the entire mass of the body is assumed to be concentrated. Then center of mass is a representative of the entire body. Then what is the mass of it? Mass of center of mass is equal to mass of the entire body. Then when the body moves under the influence of an external force, the center of mass moves as if the entire forces were acting on it. So once again, what is center of mass? Center of mass is a point where the entire mass of the body is assumed to be concentrated. Then center of mass is a representative of the entire body. Mass of it is equal to mass of the entire body. When the body moves under the effect of an external force, the center of mass moves as if the entire forces were acting there. Okay, that's all about center of mass. So what is the center of mass? Tell me, what is center of mass? Center of mass is a point where the entire mass of the body or the system is assumed to be concentrated. ഇനി ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു റോഡ് എടുക്കുന്നു, ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു റോഡ് എടുക്കുന്നു, സ്ട്രെയിറ്റ് റോഡ്. ഓക്കെ, ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കേസിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ഒരു പോയിന്റ് ആണ്, ആണല്ലോ. ഇനി നമ്മളൊരു റിംഗ് എടുക്കുന്നു കേട്ടോ, ഒരു റിംഗ് എടുക്കുന്നു. അപ്പൊ ഇതൊരു റിംഗ് ആണ്. ഈ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. കണ്ടോ? അപ്പൊ അതിന്റെ നമ്മുടെ ഫസ്റ്റ് കേസിൽ ഇതാ മെറ്റീരിയൽ ബോഡിയാണ്.
ഈ മെറ്റീരിയൽ ബോഡിയിൽ ഒരു പോയിന്റ് ആയിരിക്കും സെന്റർ ഓഫ് മാസ് ആദ്യത്തെ കേസിൽ. ഇവിടെ ഈ മെറ്റീരിയൽ ബോഡി എന്ന് പറയുന്നത് ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ മെറ്റീരിയൽ ബോഡിയിലുള്ള പോയിന്റ് അല്ല സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ മെറ്റീരിയൽ ബോഡിയുടെ അകത്തും വരാം അതിന്റെ വെളിയിലും വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെന്റർ ഓഫ് മാസിനെ പറ്റി ഓർത്തിരിക്കണം. സോ വാട്ട് ഡു യു നോ അബൌട്ട് സെന്റർ ഓഫ് മാസ്? ടെൽ മീ. സെന്റർ ഓഫ് മാസ് ഈസ് എ പോയിന്റ് വേർ the entire mass of the body is assumed to be concentrated. Then what is the mass of it? It is a mass of center of mass is equal to mass of the entire body. Center of mass is a representative of the entire body. When the body moves under the influence of an external force, the center of mass moves as if the entire forces were acting there. Then center of mass may be a point on the material body of it or outside. Okay, three കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. So what is the first thing you studied? Rigid body. So tell me, what is a rigid body? Rigid body is a body in which the distance between any two particles is always constant. Then what is center of mass? Center of mass is a point where the entire mass of the body is assumed to be concentrated. Then center of mass is a representative of the entire body. Then mass of it is equal to mass of the entire body. When the center of when the body moves under the effect of an external force, the center of mass moves as if the entire forces were acting there. Then center of mass may be or a point on the material body or outside. Okay, so appo iത്രയും concept ഓർത്തു വെച്ചോണം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു സംഗതിയാണ്. ഒന്നുമില്ല, പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. ഒന്നുമില്ല, പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. ഞാൻ CM എന്ന് എഴുതും, സെന്റർ ഓഫ് മാസ് എന്നാണ്. പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. ഒന്നുമില്ല, നിങ്ങളൊരു ബോഡി എടുക്കുക. അപ്പൊ ഇത് ഒരു ബോഡിയാണ്. ഓക്കെ, അപ്പൊ ഈ ബോഡിയുടെ അകത്ത് n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എത്ര പാർട്ടിക്കിൾസ് ഉള്ളത്? n പാർട്ടിക്കിൾസ് ഉള്ള ഒരു ബോഡിയാണ്. അപ്പൊ അതിലെ പാർട്ടിക്കിൾസിനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്യാം. അതിലെ കുറെ പാർട്ടിക്കിൾസിനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്യാം. കണ്ടല്ലോ, ഞാനിപ്പോ ഒരു 4 പാർട്ടിക്കിൾസിനെ മാർക്ക് ചെയ്തു. ഈ പാർട്ടിക്കിളിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2, ഇതിന്റെ മാസ് m3, ഇതിന്റെ മാസ് m4, ഇങ്ങനെയാണ്. ഇനി ഞാനിവിടെ ആക്സസ് ഒക്കെ വരച്ചു. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ് ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പാർട്ടിക്കിളിലേക്ക് ഞാൻ ഈ ഒറിജിനിൽ നിന്ന് ഒരു വെക്ടർ വരച്ചു. ഈ വെക്ടറിനെ നമ്മൾ എന്താ പറയാ? ഈ വരയ്ക്കുന്ന വെക്ടറിനെ പറയുന്ന പേര് പൊസിഷൻ വെക്ടർ എന്നാണ്. ഇതിനെ ഞാൻ R1 എന്ന് വിളിച്ചു. എന്താ വിളിക്കുക? R1. ഇനി സെക്കൻഡ് പാർട്ടിക്കിളിലേക്ക് ഞാൻ വരച്ചു. ഇതിനെ എന്താ പറയാ? ഈ വെക്ടറിന്റെ പേരാണ് പൊസിഷൻ വെക്ടർ, R2 എന്ന് വിളിക്കാം. ഇനി ഈ പാർട്ടിക്കിളിലേക്ക് വരയ്ക്കുന്നു. ഇതിന്റെ ഈ വെക്ടറിന്റെ പേരെന്താ? R4 എന്നാണ്. ഇനി ആ പാർട്ടിക്കിളിലേക്ക് വരയ്ക്കുന്നു. അത് ഇത്തിരി കൂടെ മാറ്റി വരയ്ക്കാൻ ഞാൻ ഇവിടെയാണ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ ഒരു പൊസിഷൻ വെക്ടർ വരച്ചു. അതിന്റെ പേര് R3 എന്നാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിലെ പാർട്ടിക്കിൾസിന്റെ ഒക്കെ മാസുകൾ അറിയാം. ഈ ഓരോ പാർട്ടിക്കിളിന്റെയും പൊസിഷൻ വെക്ടർ ഞാൻ മാർക്ക് ചെയ്തു. അതൊന്നും ഗവേഷണം നടത്തണ്ട. ഇനി ഈ നമ്മുടെ ബോഡിയിൽ, ഇതാണ് നമ്മുടെ ബോഡി. ഈ ബോഡിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കുമല്ലോ അതിന്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റിന് നിങ്ങൾ എന്താ പറയുക? സെന്റർ ഓഫ് മാസ് എന്നല്ലേ? അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് ഇതാണ് കേട്ടോ. ഈ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ ഞാൻ മാർക്ക് ചെയ്യാം. ഇതാണ്, ഇതിനെ ഞാൻ R എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? വെക്ടർ R. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. R കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. RCM എന്ന് വിളിക്കാം. ഓക്കെ, CM എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ്. കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് എന്താ? Mn Rn എന്ന് വരും. ഓക്കെ, അപ്പൊ n പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. The whole divided by M1 plus M2 plus M3 plus etc plus Mn എന്നാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം. ജസ്റ്റ് ഓർത്തിരിക്കുക. we have an n particle system. How many particles are there? N particles are there. So what are the masses? M1, M2, M3, M4, etc. What are their position vectors? R1, R2, R3, R4, etc. Then the body will have a center of mass. This is the center of mass. What is its position vector? It is R, capital R, CM. Then what is the equation to calculate RCM? M1 R1 plus M2 R2 plus M3 R3 plus etc. Plus Mn Rn, the whole divided by M1 plus M2 plus M3 plus etc. plus Mn എന്നാണ്.
അപ്പൊ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. RCM is equal to നമുക്ക് മേലുള്ളതിനെ ഒന്ന് ഞാൻ റെഡിയാക്കി എഴുതുന്നതായിക്കോട്ടെ. സിഗ്മ MI/RI എന്ന് ഞാൻ എഴുതും. എന്തെന്ന് എഴുതും? MI/RI. ജനറലി ഞാൻ എഴുതിയതാണ്. ഇവിടുത്തെ സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്നാണ്. എന്താണ്? സം എന്നാണ്. അപ്പൊ MI/RI കളുടെ സം എന്ന് പറഞ്ഞാൽ ഇവിടെ ഐക്ക് പകരം 1 തൊട്ട് n വരെ ഇടണം. ഐക്ക് 1 തൊട്ട് n വരെ ഇട്ട് സം എടുക്കുക എന്നാണ് ഈ എഴുതിയതിന്റെ മീനിങ്. അപ്പൊ ഇതെന്താ വായിക്കേണ്ടത്? സിഗ്മ MI/RI I is equal to 1 to n. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? M1 R1 plus M2 R2 plus M3 R3 plus etc plus Mn Rn ന് പകരമാണ് ഞാൻ എഴുതിയത്. ഡിവൈഡഡ് ബൈ M1 plus M2 plus M3 plus etc plus Mn എടുത്തു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളിന്റെയും കൂടെ മാസ് ആയി. എല്ലാ പാർട്ടിക്കിളിന്റെയും കൂടെ മാസ് ആഡ് ചെയ്യുമ്പോൾ മാസ് ഓഫ് ദ ബോഡി ആയില്ലേ. അപ്പൊ അതിന് വേറെ M എന്ന് എഴുതാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അപ്പൊ ഇത്രയാണ് ഞാനിപ്പോ എഴുതിയത്. അപ്പൊ ഞാനിപ്പോ എന്ത് കണ്ടുപിടിച്ചു? RCM കണ്ടുപിടിച്ചു. അപ്പൊ RCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് കിട്ടി. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പൊ ഞാൻ ഇവിടെ എഴുതിയതിനെ ഞാൻ ഒന്നും കൂടെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഫുൾ സാധനങ്ങൾ വീണ്ടും എഴുതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. See. So what are you going to get? You are going to get position vector of center of mass. Position vector of center of mass. So consider an n particle system. You consider an n particle system. So the masses of the particles are M1, M2, M3, etc. So like that, how many particles are there? N particles are there. Then the position vectors of these particles are R1, then R2, then R3, etc. Okay, then suppose there is a center of mass. So this is a center of mass. Then I am drawing a position vector. So this is a position vector. It is RCM. Am I right? So how can you calculate RCM? Tell me. RCM is equal to, what is the equation? M1 R1 plus, just by heart, M1 R1 plus M2 R2 plus etc plus Mn Rn, the whole divided by M1 plus M2 plus M etc plus Mn എന്ന് എഴുതാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? Then this can be written in another way as RCM is equal to sigma MI/RI. Okay, I is equal to 1 to n. So this is a upper part. Then M1 plus M2 plus M3 plus etc plus Mn gives total mass of the body. I can write it as capital M. So this is a expression for what? Position vector of center of mass. നിങ്ങൾക്ക് ഇത് എഴുതാൻ പാടാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ ഇത്രയും സ്ഥലം ഇതുപോലെ ഇടും. ഇതുപോലെ ഇട്ടിട്ട് താഴെയുള്ളതിനെ m എന്ന് എഴുതിയാലും മതി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So it is a equation to calculate RCM. So you have to explain. Alright. See, consider an n particle system. You consider an n particle system having particles of masses M1, M2, M3, etc. Okay. Their position vectors are, tell me, position vectors are R1, then R2, then R3, etc. Okay. The system will have a center of mass. So suppose this is center of mass. Then what is the position vector of it? Say it is RCM. So how can you calculate RCM? RCM vector see RCM is equal to say M1 R1 plus M2 R2 plus etc plus Mn Rn, the whole divided by say M1 plus M2 plus etc plus Mn. Any problem? Then this can be written in another way as RCM is equal to പറയും മേലുള്ളതിനെ അതുപോലെ എഴുതാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട. M1 R1 plus M2 R2 plus etc plus Mn Rn, the whole divided by what is M1 plus M2 plus M3 plus etc. It is capital M. So this is the answer of RCM. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? So it is answer of RCM. ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തത് ഇതുപോലത്തെ ഒരു സാധനം തന്നെയാണ്. നോക്കൂ, അടുത്തത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതുപോലെ തന്നെ കേട്ടോ. സോ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ.
So listen here. What is the position vector of center of mass? Position vector of center of mass is equal to m1 r1 plus m2 r2 plus etc. plus mn rn the whole divided by m. This is the answer of RCM. Then I want RCM. R എന്ന് പറയുന്നത് x പോലെയൊക്കെ തന്നെ. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വലന്റ് ആണ്. അപ്പോൾ ഇനി എനിക്ക് VCM വേണം. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് വേണം. വെലോസിറ്റി കാണാൻ നിങ്ങൾ പണ്ട് പഠിച്ച ഇക്വേഷൻ എന്താ? dx/dt എന്നാണ്. ഇതിനെ മനസ്സിൽ ധ്യാനിക്കുക. ധ്യാനിച്ചോ? എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചോ? അപ്പോൾ dx/dt മീനാക്ഷി മനസ്സിൽ ധ്യാനിച്ചോ? ധ്യാനിച്ചു. നോക്കൂ. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt എന്ന് എഴുതി. ഇനി ഇതിനെ മനസ്സിൽ ധ്യാനിച്ചതേ ഉള്ളൂ, ഇവിടെ എഴുതി വെക്കരുത്. ഈക്വൽ ടു d/dt അതുപോലെ എഴുതി x ന് പകരം ഇവിടെ RCM എന്ന് എഴുതുക. x ന് പകരം RCM എന്ന് എഴുതുക. പഠിച്ചില്ല? is equal to d/dt അതുപോലെ എഴുതി ഈ RCM ന്റെ വാല്യൂ കൊണ്ട് പറക്കി പോയി. പറഞ്ഞോ? m1 r1 plus m2 r2 plus m3 r3 plus etc plus mn rn the whole divided by capital M. Any difficulty? Then is equal to ഈ m നെ പുറത്ത് വയ്ക്കാം. അപ്പോൾ 1/m ഇങ്ങ് എടുത്തു. ബാക്കി d/dt പറയൂ. d/dt m1 r1 plus m2 r2 plus etc plus mn rn. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളൂ. 1/m അതുപോലെ എഴുതി. പഠിച്ചില്ല? then ഈ d/dt എല്ലാ ടേമിനും കൊടുത്തു. അപ്പോൾ d/dt ഫസ്റ്റ് ടേം plus d/dt second term plus etc plus d/dt last. Okay, എല്ലാ ടേമിനും ഇട്ടു. ഓക്കെ, then ബാക്കി ഞാൻ ഇവിടെ എഴുതാം. is equal to പറയും 1/m അതുപോലെ എഴുതി പറയും. m1 നെ ഡിഫറൻഷിയേഷൻ നടത്താൻ പോവാണ്. പറയും ഈ മാസിനെ എടുത്ത് പുറത്ത് വയ്ക്കൂ. m1 നെ എടുത്ത് പുറത്ത് വെച്ചു. ബാക്കി d/dt r1. d/dt r1. ഓക്കെ, പ്ലസ് അടുത്ത പറയും m2 നെ എടുത്ത് വെച്ചു. m2 നെ വെച്ചു. d/dt r2 പ്ലസ് എക്സെട്ര പ്ലസ് ബാക്കി പറയൂ mn നെ എടുത്ത് പുറത്ത് വെച്ചു. ബാക്കി പറയൂ d/dt rn. ഓക്കെ, ഇനി ബാക്കി ഞാൻ എഴുതാം 1/m അതുപോലെ എഴുതി, m1 അതുപോലെ എഴുതി. ഇനി നിങ്ങൾ തന്നെ പറയണം dx/dt എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. അപ്പോൾ dr/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തന്നെ. അത് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ. ഓക്കെ, വെക്ടർ ആണ്. ഇനി പ്ലസ് m2 ഇൻടു പറയൂ dx/dt ഈക്വൽ തന്നെ വെലോസിറ്റി തന്നെ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ. അപ്പോൾ m2 പറയൂ v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn എന്ന് എഴുതാം. അപ്പോൾ ആൻസർ കിട്ടി കഴിഞ്ഞു. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്? പറയൂ m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര പ്ലസ് mn vn the whole divided by capital M. Okay, so you are getting your final answer. എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇന്ന് എക്സാമിനൊന്നും ചോദിക്കില്ല, ചുമ്മാ നമുക്കൊന്ന് ടൈം പാസ് അതിനു വേണ്ടി എഴുതിയതേ ഉള്ളൂ. സോ what is the equation for RCM? RCM എന്ന് പറഞ്ഞാൽ എന്താണ്? m1 r1 plus m2 r2 plus etc plus mn rn divided by m. ഇനി VCM ആവുമ്പോൾ എന്ത് വരും? m1 v1 plus m2 v2 plus etc plus mn vn divided by capital M എന്നാവും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു പ്രാവശ്യം കൂടെ പറയുമ്പോൾ ക്ലിയർ ആവൂലേ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ മതി, കാരണം ഇതൊന്നും എക്സാമിന് ചോദിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ. സോ once again, so we start with the RCM. What is the answer of RCM? Say, what is the answer of RCM? m1 r1 plus m2 r2 plus etc plus mn rn divided by capital M. No problem. Then I want VCM. How can I get VCM? Say d/dt of this one RCM. Okay, then so d/dt of say d/dt of then what is RCM? Say what is RCM? m1 r1 plus m2 r2 plus etc plus mn rn divided by m. Any problem? Then mass is a constant, so take it out. So VCM is equal to 1/m. Then d/dt പറയൂ d/dt m1 r1 plus m2 r2 plus etc plus
mnRn. Okay, then അടുത്ത VCM is equal to പറയും 1 by m as such. This d by dt given to all terms. Say d by dt first term m1 r1 plus d by dt second term m2 r2 plus etc. plus d by dt say mn rn. Okay, then what is the next one? VCM is equal to 1 by m as such. Say what is the answer of this? M1 taken out, then d by dt r1, then m2 taken out, d by dt r2 plus etc. then mn plus mn taken out, then d by dt rn. No problem. Then what is the next one? See next step. See VCM is equal to see 1 by m as such, 1 by m as such in brackets. Say m1 into what is answer of dr by dt? It is v, velocity, first particle. So velocity of first particle vector plus what is dr2 by dt? It is velocity of second particle. So m2 v2. So m2 v2 balance you can say plus etc. plus mn vn or VCM is equal to say m1 v1 plus m2 v2 plus etc. plus mn vn the whole divided by capital M. This is the answer of VCM. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ അപ്പോൾ എല്ലാ രണ്ട് കാര്യങ്ങളായ RCM ന്റെ ആൻസറുമായി VCM ന്റെ ആൻസറുമായി ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫൈനൽ ആൻസർ മാത്രം ഓർത്തിരുന്നാൽ മതി, അല്ലാതെ എഴുതാനൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചു, വെലോസിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ഒരു സാധനം കൂടെ കാണും. ഏതാണ്? ആക്സലറേഷൻ. പെട്ടെന്ന് പറയാം. ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. Acceleration of center of mass. ഒരു ബുദ്ധിമുട്ടുമില്ല. What is the equation for velocity of center of mass? പെട്ടെന്ന് പറ. m1 v1 plus m2 v2 plus etc. plus mn vn divided by capital M. This is answer of velocity of center of mass. Am I right? Then I want acceleration of center of mass. Alright, acceleration of center of mass. How can I get? Say acceleration എങ്ങനെ കണ്ടുപിടിക്കും? On differentiating velocity with respect to time you can get. See d by dt, പറയൂ, d by dt VCM. Okay, then is equal to d by dt. What is VCM? This is answer of VCM. Say m1 v1 plus m2 v2 plus etc. plus mn vn the whole divided by capital M. Any problem? Then ACM is equal to say 1 by m taken out, balance d by dt is then m1 v1 plus m2 v2 plus etc. plus mn vn. Okay, then d by dt given to all terms. So ACM is equal to say 1 by m, then d by dt first term plus d by dt second term plus etc. plus d by dt last term. Okay, then what is the next one? ACM is equal to say 1 by m as such. Parayu m1 taken out, balance d by dt v1 plus m2 taken out, d by dt v2 plus mn plus etc. Okay, plus etc. Okay, plus mn taken out, d by dt vn. No problem. Okay, then അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് പറയണം. നോക്കൂ, അടുത്ത ബാക്കി പറയാൻ പോണേ. നിങ്ങൾ പറയുക എന്താണ് d by dt v? d by dt v എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ. അപ്പോൾ d by dt v1 എന്ന് പറഞ്ഞാലോ ആക്സലറേഷൻ ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ. d by dt v2 ആണെങ്കിലോ ആക്സലറേഷൻ ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ. d by dt n ആണെങ്കിലോ ആക്സലറേഷൻ ഓഫ് nth പാർട്ടിക്കിൾ, ലാസ്റ്റ് പാർട്ടിക്കിൾ. So listen, acceleration of center of mass is equal to say 1 by m, then say m1 a1 d by dt v1 എന്താണ്? a1 acceleration vector ആണ്, plus second m2 a2 plus etc. plus പറയൂ
mn an. mn an. Okay, then പറയൂ ACM is equal to m1 a1 plus m2 a2 plus etc plus mn an the whole divided by capital M. This is the answer of what? ACM. അപ്പോൾ ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ആൻസർ കിട്ടിയില്ലേ? എന്തെങ്കിലും പ്രയാസം തോന്നിയാ കഴിഞ്ഞ ഡെറിവേഷൻ പോലെ തന്നെ അത് ഡെറിവേഷൻ എക്സാമിന് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെയും ഫൈനൽ ആൻസർ പഠിച്ചാൽ മതി. അപ്പൊ പഠിക്കാൻ വേണ്ടി ഒരു പാടുമില്ല. ആക്സലറേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ m1 a1 പ്ലസ് m2 a2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ m എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് കൊണ്ട് ഒന്നും കൂടെ പറയാം. ലിസൺ പ്രോപ്പർലി. പെട്ടെന്ന്. What is the equation for velocity of center of mass? Is equal to പറയും m1 v1 plus m2 v2 plus etc plus mn vn divided by capital M. Then I want acceleration of center of mass. How can I get it? Say. So d by dt of velocity. Am I right? So velocity of center of mass. So is equal to d by dt. What is answer of VCM? m1 v1 plus m2 v2 plus etc plus mn vn the whole divided by capital M. Okay, then what is the next one? ACM is equal to 1 by m taken out, balance d by dt another കൊടുക്കട്ടെ ഒറ്റ സ്റ്റെപ്പിൽ പറയും d by dt of പറയും m1 v1 plus അടുത്ത d by dt m2 v2 okay plus etc d plus d by dt mn vn, no problem. Then what is the next one? Acceleration of center of mass is equal to പറയൂ 1 by m പറയൂ m1 taken out, balance d by dt v1 plus m2 taken out d by dt v2 plus etc plus mn taken out d by dt vn. Okay, then what is the next one? Acceleration of center of mass is equal to 1 by m as such. Then പറയൂ m1 what is dv by dt? It is acceleration, so dv1 by dt acceleration of first one, so plus m2 into what is this a2 plus etc plus mn an. Am I right? So you are getting the equation for acceleration of center of mass. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പൊ ഞാൻ ഇതിന്റെ മൂന്നിന്റെയും ഫൈനൽ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞു തരണം, ഞാൻ എഴുതാം പെട്ടെന്ന് റൈസ് ചെയ്യാം. What is the answer of RCM? Say, what is the answer of RCM? m1 r1 plus m2 r2 plus etc plus mn rn the whole divided by capital M. No problem. What is the answer of VCM? പറയൂ VCM equal to m1 v1 plus m2 v2 plus etc plus mn vn the whole divided by capital M. No problem. Then what is the next one? ACM. ACM is equal to എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? m1 a1 plus m2 a2 plus etc plus mn പറയൂ an divided by m എന്നാണ്. Okay, so നമുക്ക് മൂന്നിന്റെയും ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടി, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടി, ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടി. മൂന്നിന്റെ ആൻസർ ആയില്ലേ? അപ്പോൾ യു ഹാവ് ടു സ്റ്റഡി these three equations. ഇത് മൂന്നും പഠിച്ചാൽ മതി, അല്ലാതെ ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ വി മൂവ് ടു ദ നെക്സ്റ്റ്. ഓക്കെ.